അതുമാത്രമല്ല, നിന്റെ ഇളയവളില്ലേ ശാലിനി, അവള് രാജേശ്വരിയും എന്നെയൊക്കെ പരസ്യമായി നാട്ടുകാർക്ക് മുന്നിൽ എത്ര വട്ടം അപമാനിച്ചിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടോ നിനക്ക്? ₹10,00,000 തിരിച്ചു വാങ്ങാൻ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ അവളുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയത് മറന്നിട്ടില്ലല്ലോ നീ. നാട്ടുകാര് നോക്കി നിൽക്കെ തന്തയുടെ തലയ്ക്ക് കല്ലെടുത്തടിക്കാൻ നോക്കിയവളാ അവള്. ഇപ്പൊ അവളും നീയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാം ഒരേ വയറ്റ് കുരുത്തല്ലേ, അങ്ങനെ വരൂ. അതുകൊണ്ട് തലതെറിച്ച സന്താനങ്ങൾക്ക് കല്യാണ പന്തലിൽ തന്തയുടെയോ തള്ളയുടെയോ ആവശ്യമില്ല. തൊലഞ്ഞു പോകാനുള്ള ജന്മങ്ങളാ മുഴുവൻ. വേണ്ട വേണ്ട വേണ്ട, മേലാല് നീ ഒന്നും എന്നെ അച്ഛാന്ന് വിളിക്കരുത്. എനിക്കാകെ ഒരു മകനേ ഉള്ളൂ, രാജേശ്വരി പ്രസവിച്ച അനൂപ്. നാട് നീളെ ഉള്ളവരുടെ തന്തയാവാനൊന്നും ഗോപാലകൃഷ്ണനെ കിട്ടില്ല എന്നർത്ഥം. അതിനാർക്ക് വേണം നിങ്ങളെ തന്തയായിട്ട്? ഈ മാരണം ഉണ്ടായിരുന്നോ കൂടെ? ഞാനെന്തിനാ പേടിക്കുന്നു? ഇതെന്റെ വീടല്ലേ. അതെ, കുറെ നേരമായി പലതും കേട്ട് നിൽക്കുന്നു. അമ്മ ഇയാളോട് വിവരം പറയും. പോണം നമുക്ക്. വിളിച്ചത് കേട്ടില്ലേ? ഇയാളെന്ന്. പിന്നെ എങ്ങനെ ഗുണം പിടിക്കും? ഗുണം പിടിക്കണ്ട. അല്ല, താനല്ലേ എന്റെ ചേച്ചിയോട് പറഞ്ഞത് അച്ഛാന്ന് വിളിക്കരുതെന്ന്? മക്കളെ ജനിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ഒരു മനുഷ്യന് കിട്ടുന്ന സ്ഥാനപ്പേരാ അത്. അതിപ്പം നല്ലവനായാലും മോശക്കാരനായാലും. പിന്നെ അങ്ങനെ ഒരു ബന്ധം വേണ്ടാന്ന് താൻ തന്നെ തീരുമാനിച്ച സ്ഥിതിക്ക് ഗോപാലകൃഷ്ണൻ അദ്ദേഹം എന്ന് വിളിക്കാനായിട്ട് തന്റെ പറമ്പിലെ കുടികിടപ്പുകാരോ ഇവിടുത്തെ ഔദാര്യം കൊണ്ട് ജീവിക്കുന്നവരോ അല്ല ഞങ്ങള്. അല്ലെങ്കിൽ തന്നെ സർവ്വ പദവി നൽകി ആദരിക്കാൻ വേണ്ടി ശ്രീമാൻ ഗോപാലകൃഷ്ണൻ ജീവിതത്തിൽ ചെയ്ത പുണ്യപ്രവൃത്തി എന്താണാവോ? 3 മക്കളെ ജനിപ്പിച്ച ശേഷം ഒരു പാവപ്പെട്ട സ്ത്രീയെ പെരുവഴിയിൽ ഉപേക്ഷിച്ചതോ? ചെറ്റത്തരോ അത്. അതിലും മോശമായ ഒരു വാക്ക് പറയാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. ദേ, അമ്മ ഇയാളോട് സ്വർണത്തിന്റെ കാര്യം ചോദിക്കാത്തത് എന്താന്നാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചില്ല. ഏതു സ്വർണം? എന്റെ അമ്മയെ നിങ്ങളുടെ കൂടെ കൈപിടിച്ച് പടിയിറക്കി വിടുമ്പോ അവരുടെ ദേഹത്ത് അച്ഛനമ്മമാരിട്ടുകൊടുത്ത പൊന്ന്. എന്താ ശ്രീമാൻ ഗോപാലകൃഷ്ണന് മനസ്സിലായോ? അങ്ങനെ വരട്ടെ. അപ്പൊ പുന്നാരച്ഛനെ കല്യാണ നിശ്ചയത്തിന് വിളിക്കാനല്ല, കുറെ പണം കിട്ടാനും സ്വർണം എന്റെ കയ്യിൽ നിന്ന് വസൂലാക്കാനും വേണ്ടിയിട്ടാ അമ്മയുടെ മക്കളുടെ ഈ വരവ്. വസൂലാക്കേണ്ട കാര്യമൊന്നുമില്ല. അവകാശപ്പെട്ടത് തന്നെയാ ചോദിക്കുന്നത്. അമ്മയുടെ കുടുംബ ഓഹരിയായിട്ടുള്ള പണം കൊണ്ടാ അമ്മയുടെ അച്ഛനമ്മമാര് 30 പവന്റെ പൊന്നിട്ട് കെട്ടിച്ചു വിട്ടത്. അതിപ്പോഴും ഇവിടത്തെ അലമാരയിൽ ഭദ്രമായിട്ട് തന്നെ ഇരിപ്പുണ്ടല്ലോ. ഭാവിയിൽ കല്യാണം പോലുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ടാ അമ്മയുടെ അച്ഛനമ്മമാര് അന്ന് അത്രയും സ്വർണം അമ്മയ്ക്ക് കൊടുത്തത്. അല്ലാതെ നിങ്ങൾ രണ്ടാമത് കെട്ടിയ താടകയുടെ കൈയും കഴുത്തും കാതും അലങ്കരിക്കാൻ വേണ്ടിയിട്ടല്ല. മനസ്സിലായി. അപ്പൊ ഞാൻ ആ 30 പവൻ ഇപ്പൊ എടുത്ത് തരണം. ആ, തരണം. തരാൻ മനസ്സില്ലെങ്കിലോ? $30 പവനെന്നല്ല, 3 മഞ്ചാടി സ്വർണം തരാൻ പോകുന്നില്ല ഇവിടെ നിന്ന്. അതെ, ഞാനെടുത്തങ്ങ് കിണറ്റിലിടാൻ പോവുക. എന്നിട്ട് ആ കിണറങ്ങ് മണ്ണിട്ട് മൂടും. രാജേശ്വരി, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്കണം. എന്താ ഇനി കേൾക്കാനുള്ളത്? ഇപ്പൊ നേരിട്ട് കണ്ടല്ലോ.
ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച കാറിനുള്ളിൽ നിങ്ങളും നിങ്ങളുടെ പഴയ കുടുംബവും AC ഒക്കെ ഇട്ട് സുഖിച്ച് മലർന്നു കിടന്ന് വന്ന് ഇറങ്ങുമല്ലേ? ഒരു ഫാമിലി സോങ് കൂടി ഇടാമായിരുന്നു പഞ്ച് കിട്ടാനേ. ഇവിടെ ഇന്ന് എനിക്കൊരു തീരുമാനം അറിയണം. നിങ്ങൾക്ക് വേണ്ടത് ശാരദയാണോ അതോ രാജേശ്വരിയാണോ എന്ന്? രാജേശ്വരി. അതെ, നിങ്ങളുടെ പൊന്നും കുടത്തെ തട്ടിയെടുത്തോണ്ടുള്ള യാത്രയൊന്നും അല്ല. എന്റെ അമ്മ തല കറങ്ങി റോഡിൽ വീണപ്പോ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി കേറിയതാ ഈ വണ്ടിയില്. അതിന് നിന്റെ അമ്മയെ മോർച്ചറിയിൽ എത്തിക്കാനുള്ള വണ്ടിയല്ല അത്, മനസ്സിലായോ? ഈ വണ്ടി വാങ്ങിച്ചതും ഇതിന് ഡീസൽ അടിക്കുന്നതും രാജേശ്വരിയുടെ കാശിനാ. അതിൽ കയറി ഞെളിഞ്ഞിരുന്നിട്ട് ന്യായം പറയാൻ വരല്ലേ നീയൊന്നും. മാത്രമല്ല, ഇതിലാര് കേറണം കേറണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, ഈ രാജേശ്വരി. മോളെ, നമുക്ക് പോവാം. എനിക്ക് ബോധം വീണല്ലോ. പോവാം നമുക്ക്. ഇവിടെ വഴിയിൽ നിന്നൊരു വഴക്ക് വേണ്ട. വാ. അമ്മേ, ഒരു മിനിറ്റ്. ആ പേഴ്സിങ് എടുത്തേ. ഇവിടെ ഗോപാലകൃഷ്ണ. എന്താടി? എന്റെ അമ്മയെ ഈ കാളവണ്ടി കയറ്റി ഇതുവരെ കൊണ്ടുവന്നതിനുള്ള ടാക്സി ചാർജ് നിങ്ങളുടെ പെണ്ണും പിള്ളയുടെ കയ്യിലോട്ട് ഇതങ്ങ് വെച്ചു കൊടുത്തേക്ക്. ഇല്ലെങ്കിലേ നിങ്ങൾക്ക് ഇന്ന് ആ വീട്ടിൽ അത്താഴം പുറത്താ, കിടപ്പ് പട്ടിക്കൂട്ടില്. നട്ടലിന് പകരം വാഴനാരും ചുമന്ന് നടക്കുന്ന ഒരു ജന്മമാ തന്റേത്. കഷ്ടം. പോയി ആ മീശ അങ്ങ് പഠിച്ചു കളഞ്ഞേക്ക്. അതിനുള്ള 50 രൂപ ഇതിൽ കൂടുതൽ വെച്ചിട്ടുണ്ട്. വൃത്തികെട്ട മനുഷ്യൻ. എന്താടാ നീ ഒളിച്ചു കളിക്കുന്നേ? 2 ദിവസം ഫോൺ ഓഫ് ചെയ്ത് വെച്ചാ ഞാനതങ്ങ് മറന്നു പോകുന്നു കരുതിയോ? ഇപ്പൊ ഇവിടെ ഈ നിമിഷം പലിശ കാശ് വെച്ചിട്ട് പോയാ മതി നീ. ആശാനെ, ഇല്ലാത്തോണ്ട് ആശാനെ, എനിക്ക് 1 മാസത്തെ സാവകാശം കൂടി കിട്ടിയേ പറ്റൂ. കൊറോണ വന്ന് പോയ പിന്നെ ബിസിനസ് ഒന്നും പച്ച തൊട്ടിട്ടില്ല. എന്നിട്ട് ഇന്നലെ സോഡിയാക് ബാറിൽ 3475 രൂപ ബില്ലടക്കാൻ നിനക്ക് കാശുണ്ടായതോ? അത് എന്നെ എന്റെ കൂട്ടുകാർ സൽക്കരിച്ചതാ, ഞാൻ ചെലവാക്കിയതൊന്നുമല്ല. വേണ്ട, കൂട്ടുകാരെ സൽക്കരിച്ചതോ അതോ കൂട്ടുകാരെ സൽക്കരിച്ചതോ അതെനിക്കറിയേണ്ട കാര്യമില്ല കേട്ടാ. നീ വാങ്ങിച്ച 60,000 രൂപയുടെ പലിശയെങ്കിലും ഇന്ന് തന്നാലേ നിന്നെ ഞാൻ ഇവിടുന്ന് വിടൂ. എന്റെ കയ്യിലില്ല ആശാനെ. അങ്ങനെ പറഞ്ഞ ശരിയാവൂ? നിന്റെ ഈ മാല ഞാൻ അങ്ങ് പണയം വെച്ചിട്ട് കാശ് മുതലായി. പറയുന്ന കേക്ക് ആശാനെ. മര്യാദക്ക് വേണ്ട ആശാനെ, വിടുവിട്. ഇങ്ങോട്ട് എടുക്കണം ആശാനെ. വീട്ടിൽ പറഞ്ഞിട്ടാ വന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നു. അടുക്കില്ല ആശാനെ. ഈ പിള്ളേർക്കൊക്കെ ഇത് എന്തിന്റെ കേടാ? എടി, തല വെളിയിലിടാതെ. പട്ടപ്പകല് നടു റോഡിൽ പിടിച്ചു പറിക്കുകയാണല്ലോ. എന്തൊരു മനുഷ്യനയാള്. പാകമായില്ലെന്നുണ്ടെങ്കിൽ മാറ്റിയടിക്കണ്ടേ നമുക്ക്? ഇന്ന് രാത്രി തന്നെ വാങ്ങി ഇട്ട് നോക്കണ്ടേ? നിശ്ചയത്തിന് നല്ല തിളങ്ങി നിക്കണ്ടേ ഷാരിക്കുഞ്ഞ്? ഞാനത് പോയി വാങ്ങിയിട്ട് വരാം. ഇത് കഴിച്ചിട്ട് പോകും മോളെ.
അത് വേണ്ട അമ്മേ. സൗദാമിനി ചേച്ചി ഉറങ്ങുന്നതിന് മുമ്പേ ഞാനത് ചെന്ന് വാങ്ങിച്ചോണ്ട് വന്നോളാം. ഞാനേ ദാ വരുന്നു. വിളിച്ചു കളയാം. ഹലോ. ആ എന്തോടോ ഫോൺ എടുക്കാൻ എത്ര താമസം? ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു. ആഹാ, എന്തൊക്കെയായിരുന്നു സ്പെഷ്യലേ? ഓ, നമ്മള് പാവങ്ങളല്ലേ സർ, എന്നും കഞ്ഞിയും ചമ്മന്തിയൊക്കെയാ. പേരിനൊരു ഹോട്ടൽ ഉണ്ടെന്നേ ഉള്ളൂ. എന്തോടൊരു ശോകം. നിറയെ പ്രതീക്ഷകൾക്കൊടുവിൽ ഒരു പ്രണയവല്യരി പൂവിടാൻ പോകുന്ന നിമിഷത്തിൽ ഒരു കാമുകി കാമുകനോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? സാറ് പറയുന്ന സാഹിത്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ സാർ വിളിച്ചത്? എടോ, എന്ത് പറ്റി തനിക്ക്? ഒന്നുമില്ല സാറേ, നല്ല ഉറക്കം വരുന്നു. ഈ 8:30 മണിക്കോ? എടോ, രാത്രി 11-നും 12-നൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതല്ലേ? എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ സാർ. ഇന്നലത്തെ പോലെയല്ല ഇന്ന്, ഇന്നത്തെ പോലെയല്ല നാളെ. കൊള്ളാം, ഇപ്പൊ താനാണ് സാഹിത്യം പറയുന്നത്. ഞാൻ വെച്ചോട്ടെ സർ, സത്യമായിട്ട് നല്ല ഉറക്കം വരുന്നു. നമുക്ക് നാളെ സംസാരിക്കാം. ഗുഡ് നൈറ്റ്. ഹലോ, ഷടാ, എന്തു പറ്റി ശാരിക്ക്? മോനെ, നീ വാ കഴിക്കാം. ദേ, അമ്മ അവൻ കുറെ നേരം അന്വേഷിക്കാൻ നിന്നെ. അതെ, നിനക്കിവിടെ ഒന്നിനും ഒരു ചിട്ടയില്ല അല്ലേടാ. ഭക്ഷണത്തിനൊക്കെ കൃത്യമായ ഒരു സമയം ഉണ്ടാവണം, മനസ്സിലായോ? ചിട്ടയില്ലാത്തോണ്ടല്ലേ അവന് നമ്മളൊരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഞാനിപ്പോ ശാരികയെ വിളിച്ചിരുന്നു. സംസാരിക്കാൻ എന്തോ താല്പര്യമില്ലാത്ത പോലെയാണ് അവൾ പെരുമാറുന്നത്. ചേടാ, ഇവൻ കൊള്ളാലോ. അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണെങ്കിലും ചടങ്ങ് കഴിയുന്നതിന് മുൻപ് പെൺകുട്ടികളെ വിളിച്ച് വിശേഷം അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞ അതൊരുമാതിരി നാണം കെട്ട ഏർപ്പാടാ. സോറി, പെണ്ണുങ്ങളെയും കുടുംബത്തെയും പറ്റിയൊക്കെ അമ്മാവനും എനിക്കുള്ള അന്തരം പരിഹരിക്കണമെങ്കിൽ ഈ ജന്മം മുഴുവൻ നമ്മൾ തർക്കിക്കേണ്ടി വരും. അതിനു വേണ്ടിയിട്ടല്ല ഈ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത്രയും കാലം നിങ്ങളാ എനിക്ക് കല്യാണാലോചനകൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നിനോടും ഞാൻ താല്പര്യം കാണിച്ചിട്ടില്ലെങ്കിലും പെണ്ണിനേക്കാൾ നിങ്ങൾ വിലയിട്ടിരുന്നത് പൊന്നിനും പണത്തിനുമാണെന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, ഈ ശാരദാമ്മ അത്ര സമ്പന്നയൊന്നുമല്ല. പഴയതുപോലൊരു വിലപേശലില്ലാതെ നിങ്ങൾ മുഖമടച്ച് ഇതിന് സമ്മതം മൂളിയത് ഒന്നുകിൽ എനിക്ക് ശാരികയോടുള്ള ഇഷ്ടം കൊണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അത് നല്ലത്. ഇനി അതല്ല, ഞാനറിയാതെ എന്തെങ്കിലും ഒരു കള്ളക്കളി ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ രാജീവനോടൊരു കല്യാണാലോചനയുടെ പേരും പറഞ്ഞ് വന്നേക്കരുത് നിങ്ങൾ രണ്ടുപേരും. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ശാരികയെ മാത്രമായിരിക്കും, യാതൊരു കണക്ക് പറച്ചിലും ഇല്ലാതെ. ഓർമ്മ വച്ചാ നിങ്ങൾക്ക് കൊള്ളാം. ശാരദാമ്മയോട് ശാലിനി ഒരിക്കലും കള്ളം പറയില്ല, അതും ശാരികേച്ചിയുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യത്തില്. ഇനി അമ്മ പോയി സമാധാനത്തോടെ കിടന്നുറങ്ങാൻ നോക്ക്. നാളെ അതിരാവിലെ എഴുന്നേറ്റ് നിശ്ചയത്തിന്റെ ഒരുക്കങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അപ്പൊ ഗുഡ് നൈറ്റ്. പോയി കിടന്നുറങ്ങി.
ദൈവങ്ങളെ, ഇവൾ എന്തു പറയുന്നു, എങ്ങനെ പറയുന്നു, എന്തുകൊണ്ട് പറയുന്നു എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. കൂടെ നിന്ന് സഹായിക്കണേന്ന് മാത്രമാ പ്രാർത്ഥന. കൂടെ നിന്ന് സഹായിക്കണേ. ശാരദാമ്മേ, ശാരദാമ്മേ, ഇവിടെ എല്ലാരും കിടന്നോ? ശാരികേ, ശാരികേ, ശാരദാമ്മേ, ശാരികേ, ശാരികേ. ശാന്തേച്ചി എന്താ ഈ സമയത്ത്? എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. ഞാനൊന്ന് ശാരികയെ കാണാൻ വന്നതാ. ഉറങ്ങിയോ അവള്? ഏയ് ഇല്ല, ഞാൻ ചെന്ന് പറയാം ശാന്തേച്ചി വന്നെന്ന്. ശാന്തേച്ചി അകത്ത് കയറുന്നില്ലേ? വേണ്ട മോളെ, നേരെ ഒരുപാട് ഇരുട്ടിയില്ലേ. ഞാൻ ഇവിടെ നിക്കാം. മോള് ചെന്ന് പറഞ്ഞാ മതി ശാന്തേച്ചി അന്വേഷിക്കുന്നു. ശരി. എന്താ ശാന്തേ, എന്തു പറ്റി? ഒന്നും പറ്റിയിട്ടല്ല. നാളെ ശാരികയുടെ വിവാഹ നിശ്ചയല്ലേ, എനിക്ക് വരാൻ പറ്റില്ല. അയ്യോ, അപ്പൊ ഞാൻ കരുതി ഇന്ന് രാത്രി തന്നെ വന്നൊന്ന് കണ്ടിട്ട് പോവാന്ന്. അതെന്തു പറ്റി? നാളെ ഇവിടെ വരുന്നവർക്ക് ആഹാരം കൊടുക്കണ്ടേ? നീ രാജ്യം വേണ്ട കൂടെ നിൽക്കാൻ. അറിയാ ശാരദാമ്മേ, പക്ഷെ നാളെ അങ്ങേരെയും കൊണ്ട് ഞാൻ ഡി അഡിക്ഷൻ സെന്റർ വരെ പോവാ. ഇരുന്നിരുന്ന് അവര് ഡേറ്റ് തന്നത് നാളെ ആയിപ്പോയി. ഇത്തവണയെങ്കിലും അങ്ങേരെ അവിടെ കൊണ്ടാക്കിയില്ലെങ്കിൽ സംഗതി പോക്ക. കുറച്ചു ദിവസം അവിടെ കിടന്ന കൂടി മാറുമെന്ന ഇപ്പോഴുള്ള ആകെ പ്രതീക്ഷ. എന്താ ശാന്തിജി? വെറുതെ. ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ ആയി? നാളെ പൊളിക്കാനുള്ള ദിവസമല്ലേ? ഓ, അങ്ങനെയൊന്നുമില്ല. നിശ്ചയമല്ലേ, കല്യാണമല്ലല്ലോ. എല്ലാം സാധാരണ പോലെ. ദേ, നീ ഇതങ്ങ് കയ്യിൽ വെച്ചേക്ക്, ശാന്തേച്ചിയുടെ സന്തോഷത്തിന്. എന്താ ശാന്തേത്? കുറച്ച് കാശാ ശാരദാമ്മേ. അയ്യോ, നിശ്ചയത്തിനും മറ്റുമായിട്ട് ചെലവൊക്കെ ഉള്ളതല്ലേ. എന്റെ ചെറിയൊരു സന്തോഷം, അത്രേ ഉള്ളൂ. അതിനിപ്പോ ശാന്തയുടെ കയ്യിൽ എവിടെന്നാ ഈ കാശ്? ഒരുപാട് കാശൊന്നുമില്ല, വെറും 10,000 രൂപയേ ഉള്ളൂ. 20,000ന്റെ ഒരു ചിട്ടി ഉള്ളതങ്ങ് പിടിച്ചു. ബാക്കി നാളെ അങ്ങേരുടെ ആവശ്യത്തിനായിട്ട് മാറ്റി വെച്ചേക്കുവാ. അതൊന്നും വേണ്ട ശാന്തേ. അല്ലാതെ ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളതല്ലേ ശാന്തയ്ക്ക്. കുട്ടികളുടെ പഠിപ്പ്, അമ്മയുടെ കഷായം. ഇതും ശാന്തയുടെ ഒരു ആവശ്യമാ ശാരദാമ്മേ. എന്റെ അനിയത്തിയുടെ കല്യാണം ഭംഗിയായി നടത്തേണ്ടത് എന്റെയും കൂടെ ഒരു ആവശ്യമല്ലേ. എന്നാലും ശാന്തിജിയുടെ എത്ര കാലത്തെ സമ്പാദ്യ. ഒരു കുഞ്ഞുള്ളതിന്റെ കഴുത്തിലോ കാതിലോ വലത് ഇട്ടുകൊടുക്ക ശാന്തിജി. ഇവിടെ ഇപ്പൊ കാശിന്റെ അത്യാവശ്യം ഒന്നുമില്ല. ഓ, എന്നിട്ടെന്തിനാ ചന്ദ്രേട്ടന് പറിച്ചോണ്ടുപോയി കള്ളു കുടിക്കാനോ? ദേ നോക്ക് ശാരിമോളെ, ഇതൊരു കടമായിട്ട് തരുന്നെന്ന് കരുതിയാ മതി. ഇവിടെ ആവുമ്പോ കാശ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടതുപോലെ ആവശ്യമുള്ളപ്പോ എനിക്ക് തിരിച്ചു വാങ്ങിക്കാമല്ലോ. മാത്രമല്ല, കുറച്ച് പണം സംഘടിപ്പിക്കാനായിട്ട് ശാരദാമ്മ പെടുന്ന പാട് ഞാൻ നേരിട്ട് കാണുന്നതാ. അപ്പൊ ഞാൻ കരുതി എന്നാലാവുന്നത് ചെയ്യാമെന്ന്. പക്ഷെ ദിവസവും അരപ്പട്ടിണി കിടന്ന് നീ മിച്ചം പിടിച്ചു വെച്ച കാശല്ലേ ശാന്തേത്? കാശ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ആലോചിക്കേണ്ട ശാരദാമ്മേ. കാശിന് കാശ് തന്നെ ഉണ്ടായാലേ പറ്റൂ. അവരെത്തിയല്ലോ. ശാരദാമ്മേ, രാജീവ് സാറും കൂട്ടരും എത്തിയിട്ടുണ്ട്. അവര് വന്നല്ലേ? ശ്യാമേ, ദേ അവര് വന്നു. വാ വാ. ആര് വന്നു? നമ്മുടെ ചീഫ് ഗസ്റ്റ്. അഡ്മിഷൻ തുടങ്ങിക്കഴിഞ്ഞു.
രാജീവ് സാറിന്റെ ക്ലാസ്സിൽ കയറാൻ തയ്യാറായി കൊള്ളാനാ അമ്മ വിളിച്ചു പറഞ്ഞത്. ഒന്ന് പോടി. വരണം, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. പിന്നെന്താ, പോവാ. എല്ലാരും അകത്തേക്ക് വരൂ. ഇരിക്കാം. നാരായണീ നമോസ്തുതേ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണായ. ഓം പരബ്രഹ്മായ നമോ നമഃ. നമസ്കാരം തിരുമേനി. നമസ്കാരം. നമസ്കാരം. ഇരുന്നാട്ട്. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം പരബ്രഹ്മായ നമഃ. ശാലിനി മോള് ശാരദാമ്മയോടെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അമ്മ, സ്വർണത്തിന്റെ കാര്യം അവരുദ്ദേശിക്കുന്നത്. അതോ? എല്ലാം പറഞ്ഞ പോലെ തന്നെ നടക്കും വിജയലക്ഷ്മി. പറച്ചിലിനൊരു ബലമില്ലല്ലോ കൃഷ്ണൻകുട്ടി ചേട്ടാ. ഇവരെന്താ ഒരുമാതിരി ഉരുണ്ട് കളിക്കുന്ന പോലെ തോന്നില്ലേ? വരട്ടെ വിജയെ, നമുക്ക് നോക്കാം. 30 പവൻ തികച്ച് പെണ്ണിനിട്ടിട്ടുണ്ടെന്ന് ഉറപ്പിച്ചിട്ട് നമുക്ക് ഈ ചടങ്ങിലോട്ട് കടന്നാ മതി. എന്താ, പ്രശ്നം തീർന്നില്ലേ? എന്താ ഒരു ഗൂഢാലോചന? ഈശ്വര, ഞാൻ ആഗ്രഹിച്ചതുപോലെ അച്ഛൻ വിവാഹ നിശ്ചയത്തിന് വന്നു. ആ രാജേശ്വരി ആഭരണ പെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അല്ലേച്ചി? അമ്മയുടെ സ്വർണം അവര് കൊണ്ടുവന്നെന്നാ തോന്നുന്നത്. വല്യേച്ചി, കുഞ്ഞേച്ചി പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായില്ലേ? നമ്മളൊരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നടപ്പാക്കാനുള്ള സാഹചര്യം പ്രകൃതി തന്നെ ഒരുക്കി തരുമെന്ന്. രാജേശ്വരി, ആഭരണങ്ങള് അമ്മയുടെ കയ്യിൽ കൊടുത്തേക്ക്. അമ്മ വാങ്ങിച്ചോ. അപ്പോ നമുക്കിനി ചടങ്ങൊക്കെ നടത്തിയാലോ? ഒരു മിനിറ്റ്, ഞാൻ മോളെ കൂട്ടിക്കൊണ്ടുവരാം. വാ മോളെ, വാ. എന്താ രാജേശ്വരി, നിങ്ങൾ കാരണമല്ലേ ഇതെല്ലാം അനുഭവിച്ചോ? ഞാൻ പറഞ്ഞിട്ടാണോടി നിന്റെ അനിയൻ ഓട്ടിക്കാൻ കയറിയത്? അത് തന്നെ എന്റെ അടുത്ത് വീണ്ടും ആവർത്തിക്കാൻ നോക്കിയ നിങ്ങളുടെ ആ വൃത്തികെട്ട നാവുണ്ടല്ലോ, അത് ഞാനങ്ങ് പിഴുതെടുക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. അന്ന് പറഞ്ഞതൊന്നും അപവാദം അല്ലെന്ന് നിനക്കറിയാലോ. നിന്റെ അനിയത്തിയെ പറ്റി പറഞ്ഞത് അവളും അവളുടെ ഭർത്താവും തമ്മിൽ മിക്കവാറും കാണാറുണ്ടെന്ന്. നിന്നെ പറ്റി പറഞ്ഞത് നീ കുടുംബശ്രീ ശാരദയുടെ മകളുടെ പിന്നാലെ ചുറ്റുകയാണെന്നും. അത് അപവാദമാണെങ്കിൽ പിന്നെ അവളുടെ നിശ്ചയം നടക്കുകയാണെന്ന് കേട്ട് നീ എന്തിനാ ഇത്രയും രോഷം കൊള്ളുന്നത്? നോക്ക്, പെണ്ണുങ്ങൾ ആണുങ്ങളെ തേക്കുന്ന കഥകളൊക്കെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും കാലം മുട്ടിയുരുമി നടന്നവനോട് കല്യാണ നിശ്ചയത്തിന്റെ കാര്യം പോലും പറയാത്തത് കഷ്ടം തന്നെയാ. നീ വരുന്നുണ്ടെങ്കിൽ വാ, എന്റെ കെയർ ഓഫിൽ ഒരു ഇലച്ചോറ് സംഘടിപ്പിച്ചു തരാം, ഇവിടെ കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന്. ശാലിനിയുടെ വിവാഹ നിശ്ചയത്തിന്റെ സദ്യ ആവുമ്പോ പായസത്തിനൊക്കെ മധുര അല്പം കൂടും നിനക്ക്. അപ്പോ ഞാൻ ഫോൺ വെക്കാം.
അമ്പ് കുലച്ചു കഴിഞ്ഞു. ഇനി കൊള്ളേന്റെ അടുത്ത് കൊണ്ടാ മാത്രം മതി. അല്ല മോളെ, ഗോപാലേട്ട കൃത്യസമയത്ത് സ്വർണ്ണമായിട്ട് എത്തുന്നു നീ എങ്ങനെ അറിഞ്ഞത്? ആ അതൊക്കെ ഒരു സീക്രട്ടാ അമ്മ. സമയം കിട്ടുമ്പോ എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. എന്നൊക്കെ അമ്മയുടെ ദേ ഈ പൊന്നും കൂടെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. നന്നായിരിക്കുന്നു, നല്ല ഐശ്വര്യം. ദേ കണ്ണ് വെക്കണ്ട കേട്ടോ. പൊടി അനുഗ്രഹിക്കണം അമ്മേ. ഈശ്വര, എന്റെ മോള് നന്നായി വരും. എനിക്ക് അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ എന്റെ മോളുടെ കല്യാണ നിശ്ചയം ഒരു കുറവില്ലാതെ തന്നെയാ നടക്കുന്നത്. അമ്മേ മതി മതി മതി, വായിറങ്ങ്. അവിടെ എല്ലാരും കാത്തിരിക്കുക. ഇനിയെങ്കിലും പറ ശാലിനി, ഇനിയെങ്കിലും എന്നോട് ഇഷ്ടമെന്ന് തുറന്നു പറയ്. ആരെയും വായിക്കണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ. പറ പറ ശാലിനി. നീ കാണിക്കുന്ന തെമ്മാടിത്തരോ? ഞാനും എന്റെ വീട്ടുകാരും ഇവിടെ വന്നത് മേല ഇതും പറഞ്ഞ് ഈ പടി കേറിയ നീ പിന്നെ ഇല്ല. മകൻ ആയുസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ബന്ധം നിങ്ങൾ മറന്നേക്ക്. അല്ലെങ്കിൽ പട്ടടയിലേക്ക് എടുക്കുന്ന നേരത്ത് ചിതയ്ക്ക് കൊള്ളി വെക്കാൻ ആളുണ്ടാവില്ല. ഇനി ശാലിനിന്നല്ല ഷാന്ന് പോലും ആലോചിക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഇവിടെ വെച്ച് കിട്ടിയത് വേണ്ടാവണം നിനക്ക്. ശാലിനി ആയിട്ട് ഇനി വേറെ ആർക്ക് കല്യാണം ആലോചിച്ചാലും ഇത് തന്നെയായിരിക്കും അനുഭവം. ശാലിനി എന്റെ പെണ്ണ, എന്റെ മാത്രം പെണ്ണ്. ഇനി ഇവിടെ ഒരു ചടങ്ങുമില്ല, എല്ലാവർക്കും പോവാം. രാജീവിന് ശാരികയെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടും നീ ഇത്രയ്ക്ക് കരഞ്ഞു പറഞ്ഞതുകൊണ്ടുമാണെന്ന് കൂട്ടിക്കോ. പക്ഷേ ഒരു ഉപാധിയുടെ മേൽ മാത്രമേ ഈ ബന്ധം തുടരാൻ ഞങ്ങൾ സമ്മതിക്കൂ. ശാരികയുടെയും രാജീവിന്റെയും കല്യാണത്തിന് മുമ്പ് നിന്റെ കല്യാണം കഴിയും. എന്താ, നടത്താൻ പറ്റുമോ? അതെ, വിജയാമ്മ തന്നെ. പെണ്ണിനൊരു ചീത്തപ്പേരുണ്ടായ അതങ്ങനെ തന്നെ കിടക്കും ശാലിനി. ആദ്യം നീ നിന്റെ പേരിലുണ്ടായ ആ ചീത്തപ്പേര് മാറ്റിയെടുക്കും. അതൊരു വിവാഹത്തിലൂടെ മാത്രമേ നടക്കൂ. അതുകൊണ്ട് നീ ഉടൻ വിവാഹം കഴിക്കണം. അതാണ് ഞങ്ങളുടെ ഒരു കണ്ടീഷൻ. നീ ജില്ലാ കളക്ടറായി ഗോപാലേട്ടന്റെ മുന്നിലൂടെ പോലീസ് അകമ്പടിയോടെ പോകുന്നത് ഗോപാലേട്ടൻ കണ്ണുമിഴിച്ച് കാണണം മോളെ.
അങ്ങനെയൊന്നും പറഞ്ഞില്ല. വിജയമ്മേ, അത് പിന്നെ തിടുക്കത്തിലൊരു തീരുമാനം പറയണമെന്നില്ല. ശാലിനിയുടെ ജീവിതത്തിന്റെ കാര്യം ശാലിനിക്ക് തീരുമാനിക്കാം. ഒപ്പം രാജീവ് ശാരികയെ വിവാഹം കഴിക്കണോ എന്ന്. വിജയമ്മേ, അതല്ലാതെ വേറൊരു വഴിയില്ല ശാലിനി. ശാലിനിക്ക് പോവാം. ചെല്ല്. ഇനി അതല്ല, ഇവളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ നിങ്ങളുടെ പല്ലടിച്ച് താഴെയിടും ഈ സത്യഭാമ. അതിന് ഞാനും ഈ കുട്ടിയും തമ്മിൽ എന്താ പ്രശ്നം? എന്തിനാ സത്യാമ്മ ഇവിടെ വന്നിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അത് തന്നെ എനിക്കും അറിയേണ്ടത്. നിങ്ങളും പ്രീതിയും തമ്മിൽ എന്താ പ്രശ്നമെന്ന്. നിങ്ങൾ എന്തിനാ ഇവളെ ഫോൺ ചെയ്ത് ചീത്ത വിളിച്ചത്? ഓ, അതാണോ കാര്യം? ഞാൻ ആരെയും ഫോൺ ചെയ്തിട്ടില്ല. ഈ കുട്ടിയാ ഇങ്ങോട്ട് എന്നെ വിളിച്ചത്. സത്യം അമ്മേ, ഞാൻ എങ്ങോട്ട് വിളിച്ചത്? ശാരദമ്മ എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ, പക്ഷെ അമ്മ ഇത് കേട്ടില്ല. ഈ കുട്ടിയോട് മോശമായി ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല സത്യാമ്മ. ഞാൻ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ മാത്രമേ പറഞ്ഞോളൂ. അതല്പം വിഷമത്തിൽ പറഞ്ഞുപോയി എന്നുള്ളത് സത്യമാണ്. അത്രയ്ക്ക് മനസ്സ് കലങ്ങിയ അവസ്ഥയിലാ ഞാനിപ്പോ. മനസ്സ് കലങ്ങാനോ? അതിന് ഇവിടെ എന്താ സംഭവിച്ചത്? മനസ്സിലായില്ല. ഈ നിൽക്കുന്ന എന്റെ മോളെ കണ്ടു. നിങ്ങൾക്ക് നിങ്ങളുടെ മോളോടുള്ള പോലെ വാത്സല്യവും പ്രതീക്ഷയും ഒക്കെ എനിക്ക് എന്റെ മോളോടും ഉണ്ട്. ഇവളുടെ കല്യാണ നിശ്ചയമായിരുന്നു ഇന്ന്. ആ ബന്ധം വേണ്ടെന്ന് പറഞ്ഞ് ചെറുക്കം കൂട്ടർ ഇറങ്ങിപ്പോയി. ആ സമയത്ത് ഒരു അമ്മയുടെ നെഞ്ചിലുണ്ടാവുന്ന തീയും വേവും ഊഹിക്കാൻ കഴിയുമെങ്കിൽ ഊഹിക്കാം നിങ്ങൾക്ക്. അതൊക്കെ എന്നോട് എന്തിനാ പറയുന്നത്? നിങ്ങളുടെ മകളുടെ കല്യാണം മുടങ്ങിയതും ഞാനുമായിട്ട് എന്താ ബന്ധം? നിങ്ങളോട് തന്നെയാ പറയേണ്ടത്. ഒന്നാമത് നിങ്ങളിപ്പോ കാര്യം ചോദിച്ചു. രണ്ടാമത് എന്റെ മകളുടെ കല്യാണ നിശ്ചയം മുടങ്ങാൻ ഒരു കാരണക്കാരി നിങ്ങളും കൂടെയാ. ഞാനോ? അതെ, നിങ്ങൾ തന്നെ. എന്ത് തോന്നിയാസം കാണിച്ചാലും സംരക്ഷിക്കാൻ നിങ്ങളുണ്ടെന്നുള്ള ധൈര്യത്തിലായിരുന്നു അവന്റെ ഈ കളി മുഴുവൻ. ശാരികയായി വിവാഹം ഉറപ്പിച്ച രാജീവ് സാറിനെ അവൻ തല്ലി. അതും നിശ്ചയ ചടങ്ങിനിടെ നാട്ടുകാർ മുഴുവൻ നോക്കി നിൽക്കുമ്പോ. മേലാൽ ഈ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് ഇവിടെ കയറി വന്നാൽ കൊല്ലുവെന്ന് സാറിനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവൻ ഇവിടുന്ന് പോയത്.